നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ചേലോറ പയ്യാമ്പലം അഴിമതി ആരോപണത്തിൽ BJPയുടെ കണ്ണൂർ കോർപ്പറേഷൻ മാർച്ച്. ആരോപണം ശരിവെക്കുന്നതാണ് വിജിലൻസ് അന്വേഷണമെന്ന് KK വിനോദ് കുമാർ. ഭരണ നേതൃത്വത്തിന്റെ അനധികൃത സമ്പാദനത്തെക്കുറിച്ചും അന്വേഷിക്കണം എന്നും വിനോദ് കുമാർ. ആശാവർക്കർമാരുടെ സമരം പ്രതികരണവുമായി തോമസ് ഐസക്. സമരം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ. കാലങ്ങളായി കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ലെന്നും തോമസ് ഐസക്. ദക്ഷിണേന്ത്യൻ കൺവെൻഷൻ രാഷ്ട്രീയ പ്രേരിതമെന്ന് PK കൃഷ്ണദാസ്. ഇത് കേന്ദ്ര സർക്കാരിന് എതിരായുള്ള പ്രചാരണം. മണോലിക്കാവിൽ CPIM പ്രവർത്തകർ പ്രതിയെ മോചിപ്പിച്ച സംഭവം കേരളത്തിൽ പോലീസിന് പോലും രക്ഷയില്ലെന്നും PK കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ കോർപ്പറേഷനിൽ തികഞ്ഞ അഴിമതി ഭരണമാണെന്ന BJPയുടെ ആരോപണം ശരിവെക്കുന്നതാണ് വിജിലൻസ് അന്വേഷണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. കണ്ണൂർ കോർപ്പറേഷനിലെ വിവിധ പദ്ധതികളിൽ അഴിമതി ആരോപിച്ച് BJP നടത്തിയ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 3 വർഷത്തിന് ശേഷം ഇടയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ആസ്തികളെ കുറിച്ച് നാട്ടിൽ പാട്ടാണ്. ഒരു അഭിഭാഷകനായി മാത്രം ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തികളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പല മേഖലകളിലും ആരോപണങ്ങൾ ഉയരുകയാണ്, അഭിപ്രായങ്ങൾ ഉയരുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അഴിമതി നടത്തി ഇത്ര വലിയ ആളാവാൻ സാധിക്കുന്നത്? ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, പയ്യാമ്പലം ശ്മശാനത്തിന്റെ പേരിൽ, ശവദാഹം നടക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരിൽ കക്കുക എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നു ഒരു ഭരണകൂടത്തിന്റെ അവസ്ഥ? കത്തിയ വറകൾ അവിടെ ഉപയോഗിക്കുന്നു, പുറത്തു നിന്ന് കത്തിയ വറകൾ അവിടെ ഉപയോഗിക്കുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് അവിടെ ചെലവഴിച്ചു, വൈദ്യുത ശ്മശാനം നിർമ്മിച്ചു. 50,30,000 രൂപയാണ് അതിനുവേണ്ടി CSR ഫണ്ട് കിട്ടിയത്. ആ ഫണ്ട് ഉപയോഗിച്ച് അവിടെ പ്രവർത്തനക്ഷമമാകാൻ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ അതിനെ പ്രവർത്തനക്ഷമമാക്കാതെ മാറ്റി നിർത്തുന്നു. കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷൻ കൌൺസിലർ VK ഷൈജു അധ്യക്ഷനായി. BJP കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ജിജു വിജയൻ സ്വാഗതം പറഞ്ഞു. C രഘുനാഥ്, UT ജയന്തൻ, TC മനോജ്, KT ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് S വിജയ്, സമീർ ബാബു, രാഗിണി ടീച്ചർ, ജ്യോതി T തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് 9ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 22-ന് കണ്ണൂരിൽ തുടങ്ങുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ശിക്ഷക് സദനിൽ രാവിലെ 10-ന് PK ശ്രീമതി ഉദ്ഘാടനം ചെയ്യും. പിന്നെ നമ്മുടെ മേഖലയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ അവസാനമായിട്ട് 7ാം UGC പെൻഷൻ പരിഷ്കരണം വന്നപ്പോഴേക്കും അതിൽ 2016 മുതൽ തന്നെ അത് ഇഫക്റ്റിൽ വന്നിട്ടില്ല. ശരിക്കും 2016 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിലുള്ള പെൻഷൻ്റെ കുടിശ്ശികയുണ്ട്. അതുപോലെ സംസ്ഥാനത്ത് നിൽക്കുന്ന നമ്മളെല്ലാ ജീവനക്കാർക്കുമുള്ള, അതുപോലെ തന്നെ DA ജീവനക്കാർക്കും DR എന്ന് പറയുന്ന പെൻഷൻകാർക്കുമാണ്. DR റിലീഫ്, ക്ഷാമാശ്വാസം, അതിലൊക്കെ ഒരുപാട് കുടിശ്ശികകൾ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ കോളേജ് അധ്യാപകർ, റിട്ടയർ ചെയ്ത കോളേജ് അധ്യാപകരുടെ പേരിൽ മാത്രം കിട്ടാത്ത 2-3 കാര്യങ്ങളുണ്ട്. അത് ഒന്ന് ഞാൻ വിശദീകരിക്കാം. ഒന്ന്, 80 വയസ്സ് പൂർത്തിയാക്കുന്ന സീനിയർ പെൻഷനേഴ്സിന് UGC ആവിഷ്കരിച്ചിട്ടുള്ള 20% അഡീഷണൽ കൗണ്ട് ഓഫ് പെൻഷനുണ്ട്. അത് ഇവിടെ അനുവദിച്ചില്ല. അത് മാത്രമല്ല, സംസ്ഥാന പെൻഷൻകാർക്ക് കേരള ഗവൺമെൻറ് 1000 രൂപയുടെ ഒരു ബെനിഫിറ്റ് 80 വയസ്സ് പൂർത്തിയായവർക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ സെൻട്രൽ സ്ട്രക്ചറിൻ്റെ ആനുകൂല്യമോ സ്റ്റേറ്റിൻ്റെ ആനുകൂല്യമോ കിട്ടിയിട്ടില്ല. PP സന്തോഷ് കുമാർ, അനു കവിണിശ്ശേരി, P പ്രിയദർശൻ, പ്രൊഫസർ A നിഷാന്ത്, ഡോക്ടർ PM ഷാനവാസ് എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ MV ശശിധരൻ, പ്രൊഫസർ KK വിശ്വനാഥൻ, ഡോക്ടർ P മുഹമ്മദ് കുഞ്ഞ്, ഡോക്ടർ KK രാമചന്ദ്രൻ, ഡോക്ടർ P ഓമന, പ്രൊഫസർ M അശോകൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
പള്ളിക്കുന്ന് പന്നേൻപാറയിൽ വൃദ്ധയുടെ മാല പൊട്ടിച്ച പ്രതി പിടിയിൽ. പന്നേൻപാറയിലെ കാർത്യായനിയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചെടുത്ത സംഭവത്തിൽ നാറാത്ത് സ്വദേശി ഇബ്രാഹിമാണ് പിടിയിലായത്. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന വൃദ്ധയുടെ കഴുത്തിൽ നിന്നാണ് മാല കവർന്നത്. പന്നൻപാറയിലെ കാർത്യായനിയുടെ കഴുത്തിൽ നിന്നുമാണ് മാല പൊട്ടിച്ചെടുത്തത്. സംഭവത്തിൽ നാറാത്ത് സ്വദേശി ഇബ്രാഹിം പിടിയിലായി. ഇയാൾ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. എന്നാൽ മാല മുക്കുപണ്ടമായിരുന്നു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പള്ളിക്കുന്ന് ഭാഗത്തു നിന്നും വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന കാർത്യായനിയുടെ കഴുത്തിൽ നിന്നുമാണ് മാല പൊട്ടിച്ചത്. വഴി ചോദിക്കാനെന്ന വ്യാജേന ആയിരുന്നു അടുത്തെത്തിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നു. മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ വീണ് കാർത്യായനിക്ക് പരിക്കേറ്റിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നീർക്കടവ് മുച്ചിരിയൻ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് അപകടം. ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അമിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടുകയായിരുന്നു. 5 പേർക്ക് പരിക്കേറ്റു. കാലിന് സാരമായി പരിക്കേറ്റ ഒരാളെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 5 ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. അഴീക്കോട് വെടിക്കെട്ടിനിടെ ഉണ്ടായ അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. നാടൻ അമിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടുകയായിരുന്നു. നീർക്കടവ് മുച്ചിരിയൻ ക്ഷേത്രത്തിലാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. തെയ്യം ഉത്സവത്തിനിടെയാണ് അപകടം. നാടൻ അമിട്ട് മുകളിൽ പോയി പൊട്ടാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വീണ് പൊട്ടുകയായിരുന്നു. 12 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ നില ഗുരുതരമാണ്. ഇയാളെ മംഗലാപുരത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. നിരവധി ആളുകളാണ് തെയ്യം കാണാൻ എത്തിയിരുന്നത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം വെടിക്കെട്ടിന് അനുമതിയില്ലായിരുന്നുവെന്ന് വളപട്ടണം പോലീസ് അറിയിച്ചു. തങ്ങളുടെ സമ്മതമില്ലാതെ ചില വ്യക്തികളാണ് വെടിക്കെട്ട് നടത്തിയതെന്ന് ക്ഷേത്ര ഭാരവാഹികളും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാർത്തയിൽ ഒരു ഇടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ചേലോറ പയ്യാമ്പലം അഴിമതി ആരോപണത്തിൽ BJPയുടെ കണ്ണൂർ കോർപ്പറേഷൻ മാർച്ച്. ആരോപണം ശരിവെക്കുന്നതാണ് വിജിലൻസ് അന്വേഷണമെന്ന് KK വിനോദ് കുമാർ. ഭരണ നേതൃത്വത്തിന്റെ അനധികൃത സമ്പാദനത്തെക്കുറിച്ചും അന്വേഷിക്കണം എന്നും വിനോദ് കുമാർ. ആശാവർക്കർമാരുടെ സമരം പ്രതികരണവുമായി തോമസ് ഐസക്. സമരം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ. കാലങ്ങളായി കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ലെന്നും തോമസ് ഐസക്. ദക്ഷിണേന്ത്യൻ കൺവെൻഷൻ രാഷ്ട്രീയ പ്രേരിതമെന്ന് PK കൃഷ്ണദാസ്. ഇത് കേന്ദ്ര സർക്കാരിന് എതിരായുള്ള പ്രചാരണം. മണോലിക്കാവിൽ CPIM പ്രവർത്തകർ പ്രതിയെ മോചിപ്പിച്ച സംഭവം കേരളത്തിൽ പോലീസിന് പോലും രക്ഷയില്ലെന്നും Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ആശാവർക്കർമാർ സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല, കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TI തോമസ് ഐസക്. പയ്യാമ്പലം ഗസ്റ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1000 രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ആശാവർക്കർമാർക്ക് 7000 വേതനം കൂട്ടിക്കൊടുത്തത് കഴിഞ്ഞ LDF സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന സർക്കാരുമാണ് ഇൻസെന്റീവ് നൽകേണ്ടത്. കഴിഞ്ഞ കുറെ കാലമായി കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ 3 മാസമായി ഇൻസെന്റീവ് നൽകാതിരിക്കുകയാണ്. അതുകൊണ്ട് ആശാവർക്കർമാർ സമരം നടത്തേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുൻപിൽ അല്ല, അതിന് തൊട്ടടുത്ത ഏജൻസീസ് ഓഫീസിന് മുന്നിലാണെന്നും തോമസ് ഐസക് പറഞ്ഞു. ആശാവർക്കർമാർ നന്നായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ, അവർക്ക് ഈ തുകയൊന്നും പോരാ. മാന്യമായിട്ടുള്ള ശമ്പളം വേണമെന്നുള്ള ഡിമാൻഡ് ശരിയാണ്. പക്ഷേ സമരം ചെയ്യേണ്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസിന് മുന്നിലാണ്. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു ആശാ വർക്കേഴ്സിന്.
അത് 7000 ആക്കി. അത് വേറൊരു സർക്കാരുമല്ല, ഇടതുപക്ഷ സർക്കാരാണ് വർദ്ധിപ്പിച്ചത്. 1000 നിന്ന് 7000 ഇൻസെൻറ്റീവ്. ആ ഇൻസെൻറ്റീവ് കൂടി ചേർക്കുമ്പോൾ 13,000 രൂപയുണ്ട്. കോൺഗ്രസും BJPയും ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തുണ്ടോ ഈ തുക? കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള സമരം ആശാ വർക്കർമാർ മാത്രമല്ല മറ്റു തൊഴിലാളി സംഘടനകളും മുൻനിർത്തി രാജ്യത്തെ CITU നടത്തുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. സിറ്റി ന്യൂസ്, കണ്ണൂർ. മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് വലിയ വെളിച്ചത്ത് KSIDCയുടെ വ്യവസായ കേന്ദ്രത്തിൽ ഉദ്ഘാടനം തുടങ്ങി. ഹരിതകർമ്മസേന ശേഖരിക്കുന്നതും മൂല്യം കുറഞ്ഞതുമായ പുനഃചംക്രമണ യോഗ്യമായ പ്ലാസ്റ്റിക് കവറുകളുടെ റീസൈക്ലിംഗ് ആണ് ഈ യൂണിറ്റ് ലക്ഷ്യമിടുന്നത്. റീസൈക്ലിംഗ് പ്ലാന്റിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. 1 ഏക്കറിൽ 25,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് കേന്ദ്രം നിർമ്മിച്ചത്. ഒരു വർഷം 4,700 മെട്രിക് ടൺ പ്ലാസ്റ്റിക് കവറുകൾ റീസൈക്ലിംഗ് ചെയ്യാനാണ് നിലവിലെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് സാധ്യമാവുക. കേരളത്തിൽ സംഭരിക്കപ്പെടുന്ന റീസൈക്ലിംഗ് യോഗ്യമായ പ്ലാസ്റ്റിക് കവറുകളുടെ 30% റീസൈക്ലിംഗ് ചെയ്യാൻ സാധ്യമാകും എന്നാണ് കരുതപ്പെടുന്നത്. ഫാക്ടറിയിലെത്തുന്ന പ്ലാസ്റ്റിക്കുകൾ ആദ്യം തരംതിരിച്ച് കഴുകി വൃത്തിയാക്കി വിവിധ പ്രക്രിയകളിലൂടെ ഗ്രാന്യൂൾസ് രൂപത്തിലാക്കി അനുയോജ്യമായ രീതിയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായി മാറ്റാൻ അയക്കുന്നതാണ് പ്ലാന്റിന്റെ പ്രധാന പ്രവർത്തനം. 30ഓളം പേർ ഇതിലൂടെ തൊഴിലിന് അർഹമാകും. ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗം ചെയ്യുന്നതിനായി ഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് മെഷീനുകൾ ഉപയോഗിച്ചാണ് റീസൈക്ലിംഗ് നടത്തുന്നത്. പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേകം ലബോറട്ടറിയും സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണം ഏറ്റെടുത്ത് നടത്തുന്ന ഗ്രീൻ വേവ്സ് ആണ് സംരംഭകർ. ഗ്രീൻ വേവ്സ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സംരംഭം കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗത്ത് 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ്. കണ്ണൂർ വലിയ വെളിച്ചത്ത് റീസൈക്ലിംഗ് പ്ലാന്റിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നതിനും അതിൻ്റെ പ്രചരണാർത്ഥമാണ് ഇന്നത്തെ ഒരു പത്രസമ്മേളനം നടക്കുന്നത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം അത് സെഗ്രിഗേഷൻ യൂണിറ്റിലെത്തുകയും അതിനെ റീസൈക്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു സംരംഭമാണ് ഇവിടെ ആരംഭിക്കുന്നത്. വലിയ വെളിച്ചം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ 1 ഏക്കർ സ്ഥലത്ത് 25,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു സംരംഭം ആരംഭിക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ ഒരു ഏറ്റവും വലിയൊരു റീസൈക്ലിംഗ് പ്ലാന്റാണ് വലിയ വെളിച്ചത്ത് ആരംഭിക്കുന്നത്. ഫെബ്രുവരി 24 തിങ്കളാഴ്ച വൈകുന്നേരം 3:30 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ലാബിന്റെ ഉദ്ഘാടനം V ശിവദാസൻ MPയും നിർവഹിക്കും. ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി K ശൈലജ ടീച്ചർ MLA, T സിദ്ദിഖ് MLA, ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ് IAS, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകല S തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ പ്രതിനിധികൾ, സാമൂഹ്യ പൊതുപ്രവർത്തന രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവരും പങ്കെടുക്കും. 24 രാവിലെ 9 മണി മുതൽ ഗ്രീൻ വേവ്സ് വാർഷിക ആഘോഷ പരിപാടികളും വിനോദ് കോവൂർ നേതൃത്വം നൽകുന്ന കലാവിരുന്നും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഗ്രീൻ വോർമേഴ്സ് ഡയറക്ടർ CK A ഷമീർ ബാവ, ഓപ്പറേഷൻ മാനേജർ ബൈജു, പ്രൊജക്ട് ഹെഡ് അഭിജിത്ത് എന്നിവരും പങ്കെടുക്കും. ഏച്ചൂർ ഗാന്ധി സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഭാവഗായകൻ P ജയചന്ദ്രൻ അനുസ്മരണത്തിന്റെ ഭാഗമായി ഗാനാലാപനവും നൃത്താവിഷ്കാരവും സംഘടിപ്പിച്ചു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് നാദം മുരളി ഉദ്ഘാടനവും ജയചന്ദ്രൻ അനുസ്മരണവും നടത്തി. പ്രതിഫലം എന്ന് പറയുന്നത് 50 രൂപയാണ്. 50 രൂപക്കാണ് അയാൾ തുടങ്ങിയത്. അപ്പോൾ 2-3 ആഴ്ച അയാൾ പറയും 30 രൂപ ലോഡ്ജിന് വേണം, 20 രൂപ ഭക്ഷണം, ഇതാണ് 50 രൂപ തീർന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പണ്ടുള്ള ആളുകളുടെ അനുഭവം അങ്ങനെയായിരുന്നു. അപ്പോൾ ഇയാള് സ്റ്റുഡിയോൻ്റെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറൊന്നും എല്ലാം നിങ്ങൾ എന്നും പോയില്ല, ഈടുന്ന് ഇങ്ങനെ നിങ്ങളെ കൊണ്ട് പാട്ട് പാടിച്ചു, അതൊക്കെ ശരി തന്നെ, പക്ഷെ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കാനൊന്നും പറ്റൂല, സാറിന് ദേഷ്യം വരും, അതുകൊണ്ട് പെട്ടെന്ന് വിട്ടോന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു സാറേ എനിക്കൊന്ന് ഇങ്ങനെ യേശുദാസ് മഞ്ഞളിൽ മുങ്ങി തോർത്തി എന്നുള്ള പാട്ട് പാടാൻ വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തൊന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ടാണ്. അയാൾ വരാൻ സാധ്യതയില്ല, നിങ്ങൾ പോയി. അപ്പോൾ മഞ്ഞളിൽ മുങ്ങി തോർത്തി എന്നുള്ള പാട്ടോ അത് നിങ്ങൾ 3-4 പ്രാവശ്യം എടുത്തപ്പോൾ സാറ് പറയുന്നുണ്ട് ഇനി യേശുദാസിനൊന്നും വിളിക്കണ്ട, നിങ്ങൾ തന്നെ ആ പാട്ട് തന്നെ എടുത്താൽ മതി. ഒരു അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുകയാണ്, 1000 പൂർണ്ണചന്ദ്രന്മാർ ഒന്നിച്ചുദിച്ചതുപോലെയായിരുന്നു എൻ്റെ മനസ്സിൽ, സന്തോഷത്തിന്റെ തിരമാലകൾ ഇങ്ങനെ
എന്താ പറയേണ്ടത്, അങ്ങനെ അലയടിക്കുമെന്ന്. ഞാൻ വീട്ടിൽ പോയിട്ട് എത്ര പ്രാവശ്യമാണ് കക്കൂസിൽ പോയ സമയത്ത് പോലും ഞാൻ ഈ പാട്ടങ്ങനെ പാടി. എനിക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. അത് മരണം വരെ ആ സന്തോഷം നിലനിർത്തിയ പാട്ട്. ഗ്രന്ഥശാല സെക്രട്ടറി ചന്ദ്രൻ കാണിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കെ വി ജയരാജൻ മാസ്റ്റർ, കെ രാജീവൻ മാസ്റ്റർ, കെ പ്രദീപൻ, കാണി രാഘവൻ, കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. രത്നാകരൻ മുണ്ടേരി, ശ്രീധരൻ ശ്രീലകം, ശ്യാമള, സെന്തിൽ തുടങ്ങിയവർ പി ജയചന്ദ്രൻ ഗാനങ്ങൾ ആലപിച്ചു. ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടിയാരും ആരുണി ആരുണി റംസാനിലെ ചന്ദ്രികയോ. ഇഷാനി രഗൻ, കെ അനയ, കെ ശ്രീയ എന്നിവർ ജയചന്ദ്രൻ ഗാനങ്ങളുടെ നൃത്താവിഷ്കാരവും നടത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കായിക ഭൂപടത്തിൽ കണ്ണൂരിനെ കേരളത്തിന്റെ ഹബ്ബാക്കി മാറ്റുവാനും ആരോഗ്യവും കായികക്ഷമതയുമുള്ള ജനതയാണ് നാടിന്റെ സമ്പത്ത് എന്ന ആഹ്വാനവുമായി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തുന്ന 8ാമത് കണ്ണൂർ ബീച്ച് റൺ ഫെബ്രുവരി 23 നടക്കും. ഒളിമ്പ്യനും ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനുമായ പ്രീജ ശ്രീധരനാണ് ഈ വർഷത്തെ ബീച്ച് റണ്ണിന്റെ ബ്രാൻഡ് അംബാസിഡർ. പയ്യാമ്പല പാർക്കിൽ നിന്നാണ് ബീച്ച് റൺ തുടങ്ങുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 5 മണിക്ക് പയ്യാമ്പലം പാർക്കിൽ ബീച്ച് റൺ തുടങ്ങും. കണ്ണൂർ വിമാനത്താവളം വഴി കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഉത്തര മലബാറിലെ ടൂറിസം സാധ്യതകൾ വളർത്തിക്കൊണ്ടുവരുന്നതിനും ബീച്ച് റൺ പോലുള്ള സംരംഭങ്ങൾ പ്രയോജനപ്പെടുമെന്ന് അധികൃതർ പറഞ്ഞു. പാർക്കിൽ നിന്ന് തുടങ്ങി പാർക്കിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് മാരത്തൺ. PVS ഹെൽത്ത്, ഡ്യൂറോഫ്ലെക്സ്, ഇംപൾസിസ്, എംഫാർ, യാനപ്പോയ യൂണിവേഴ്സിറ്റി എന്നിവയുടെ സഹകരണവുമുണ്ട്. ഒളിമ്പ്യനും ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനുമായ പ്രീജ ശ്രീധർ ആണ് ഈ വർഷത്തെ കണ്ണൂർ ബീച്ച് റണ്ണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം റഹ്മാൻ ഫിലിം സ്റ്റാർ ആയിരുന്നു, അതിന് മുമ്പേ അച്ചു ബേബി ജോർജ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉള്ള ബീച്ച് റൺ അംബാസിഡറായി വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ കണ്ണൂർ ബീച്ച് റൺ ആവേശം പകരുന്നതിൻ്റെ ആരോഗ്യ സംരക്ഷണ മഹത്തായ സന്ദേശം ജനങ്ങൾ എത്തിക്കുക എന്ന ഒരു പ്രഖ്യാപനം കൂടി നമ്മളുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ സമീർ സച്ദേവ് സുംബ മാജിക് ഗ്രൂപ്പ് ഡൽഹി നയിക്കുന്ന സൂംബ ഡാൻസ് കാലത്ത് 5:15 തന്നെ തുടക്കം കുറിക്കും. പയ്യാമ്പലത്ത് വെച്ചിട്ടാണ് DTPC പാർക്കിൽ വെച്ചാണ് നമ്മളെ പ്രോഗ്രാമിൻ്റെ തുടക്കം കുറിക്കുന്നത്. അവിടെ പയ്യാമ്പലത്താണ് നമ്മൾ വെന്യൂ, ബീച്ച് റണ്ണിൻ്റെ വെന്യൂ പയ്യാമ്പലത്താണ്. കഴിഞ്ഞ വർഷം ഏകദേശം 1500-2000 ആൾക്കാർ പങ്കെടുത്ത പ്രോഗ്രാമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ വർഷം അതിലും കൂടുതൽ ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സമീർ സിദ്ദേവ് സൂംബ മാജിക് ഗ്രൂപ്പ് ഡൽഹി നയിക്കുന്ന സൂംബ ഡാൻസ് ബീച്ച് റണ്ണിന്റെ ഭാഗമായി രാവിലെ 5:15 DTPC പാർക്കിൽ നടക്കും. 4 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 21 കിലോമീറ്റർ ആൺ പെൺ 1ാം സ്ഥാനക്കാർക്ക് 13,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 85,000, 3ാം സ്ഥാനക്കാർക്ക് 40,000 രൂപയും സമ്മാനം ലഭിക്കും. വാർത്താ സമ്മേളനത്തിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TK രമേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത്, ജോയിന്റ് സെക്രട്ടറി AK റഫീഖ്, ട്രഷറർ K നാരായണൻകുട്ടി, കരീം എന്നിവർ പങ്കെടുത്തു. UGC കൊണ്ടുവന്നിട്ടുള്ള കരട് ചട്ടഭേദഗതിക്കെതിരെ സർക്കാർ ചെലവിൽ തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ കൺവെൻഷൻ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചരണമായി ഈ സമ്മേളനം മാറ്റുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ ധൂർത്താണ് ഇതുവഴി നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. IND സഖ്യത്തിന്റെ ഒരു പ്രചരണ വേദിയായിട്ടാണ് ഇതിനെ മാറ്റിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ പങ്കെടുത്തത് തമിഴ്നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്തു, കർണാടകത്തിലെയും തെലങ്കാനയിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത എല്ലാവരും പ്രസംഗിച്ചത് അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ്, അതുപോലെ ഗവർണർമാർക്കെതിരായിട്ടാണ്. പച്ചയായിട്ട് കാവ്യവൽക്കരണത്തിന് BJP നടത്തുന്ന കാവ്യവൽക്കരണത്തിനെതിരായിട്ടാണ് അവർ ഇന്നലെ പ്രസംഗിച്ചത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിന് പരസ്യമായി വിമർശനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ അറിയേണ്ടത് ഇത് ഭേദഗതി നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടല്ല. ഭേദഗതി നിർദ്ദേശിക്കാൻ ഫെബ്രുവരി 28 വരെ സമയമുണ്ട്. എല്ലാ സർവകലാശാലകളും അവർ ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് ഭേദഗതി ഇതിനകം അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ വിവരം വൈസ് ചാൻസലർമാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തിനാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചത്?
അപ്പോൾ അതുകൊണ്ട് BJP പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു IND സഖ്യത്തിൻ്റെ സമ്മേളനമാണ്. അതിനായിട്ട് സർക്കാർ പൊതു ഖജാനാവിലെ പണം ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണ്. അതിൽ നടത്തിയ പരാമർശങ്ങളും പ്രസംഗങ്ങളും ഭരണഘടനാ വിരുദ്ധമാണ്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സർവകലാശാലകൾക്കും അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകി. രാഷ്ട്രീയ പ്രചരണത്തിന് പൊതുഖജനാവിനെ ഉപയോഗിക്കുന്നത് നിയമലംഘനമാണ്, നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. ഇന്ത്യ മുന്നണി ഘടക കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ മാത്രമാണ് സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ ധൂർത്താണ് ഇതുവഴി നടത്തിയത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിലപാട് വ്യക്തമാക്കണമെന്നും PK കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. തലശ്ശേരി മണ്ണോളിക്കാവിൽ സംഘർഷത്തെ തുടർന്ന് CPIM പ്രവർത്തകർ പോലീസിന് നേരെ നടത്തിയ ആക്രമണം ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. സംസ്ഥാനത്ത് പോലീസിന് പോലും രക്ഷയില്ലാത്ത സ്ഥിതിയാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. സർക്കാർ നിശ്ചയിച്ച മിനിമം കൂലി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പെട്രോൾ പമ്പ് തൊഴിലാളികളും പാചകവാതക വിതരണ തൊഴിലാളികളും കണ്ണൂർ കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഡിയം കോർണറിൽ നിന്നും തൊഴിലാളികൾ പ്രകടനമായാണ് കലക്ടറേറ്റ് മുന്നിലെത്തിയത്. പെട്രോൾ പമ്പ് തൊഴിലാളികളുടെ മിനിമം കൂലി എല്ലാ അവസരത്തിലും കൃത്യമായി കേരള ഗവൺമെന്റ് പുതുക്കി നിശ്ചയിക്കാറുണ്ട്. കഴിഞ്ഞ 25 വർഷമായി സർക്കാർ പുതുക്കി നിശ്ചയിച്ച ശമ്പളം പെട്രോൾ പമ്പ് ഉടമകൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയത് കാരണം തൊഴിലാളികൾക്ക് ഉടമകൾ നൽകിയിട്ടില്ലെന്ന് MV ജയരാജൻ പറഞ്ഞു. വിലക്കയറ്റത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കമ്മീഷൻ വർധനവും മറ്റാനുകൂല്യവും തൊഴിലുടമകൾക്ക് കിട്ടുമ്പോൾ തൊഴിലാളികൾ പിച്ചച്ചട്ടിയിൽ തന്നെ എന്ന നിലയിൽ പോവുകയാണ്. ഇതാണ് ഈ മേഖലയിൽ നടക്കുന്ന ഒരു ക്രൂരത. തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചാൽ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ച് സമരം പ്രഖ്യാപിച്ചാൽ പെട്രോൾ പമ്പ് അടച്ചിടേണ്ടി വരും, ഗ്യാസ് വിതരണ ഏജൻസികൾ വിതരണം നിർത്തിവെക്കേണ്ടി വരും. അപ്പൊ ജനങ്ങൾ ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ തൊഴിലാളികൾക്കെതിരായി തീരും. ഇതാണ് തൊഴിലുടമ ആയുധമായി ഉപയോഗിക്കുന്നത്. VK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. A പ്രേമരാജൻ, AV രാമചന്ദ്രൻ, P രാഘവൻ, A ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ ഫെബ്രുവരി 24-25 തീയതികളിൽ കാനവേഷൻ 3.0 ഇന്നവേഷൻ എന്റർപ്രൈനർഷിപ്പ് സമ്മിറ്റ് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോൺക്ലേവിൽ വിവിധ സ്റ്റാർട്ടപ്പ് സംരംഭകർ പങ്കെടുക്കും. 24-ന് കണ്ണൂർ സർവകലാശാല VC പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാലയിൽ ഈ വരുന്ന 24-25 തീയതികളിൽ നമ്മളൊരു ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്പിന് വേണ്ടി ഒരു ഇന്നൊവേഷൻ മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്, സ്റ്റാർട്ടപ്പ് മീറ്റ്. അപ്പം കേരളത്തിൽ നിന്ന് ഏകദേശം 50ഓളം സ്പീക്കേഴ്സ് പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് ഏരിയയിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുറേ സ്റ്റാർട്ടപ്പ്സ് വരുന്നുണ്ട്, മെൻറ്റേഴ്സ് വരുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഏകദേശം 300ഓളം പാർട്ടിസിപ്പൻസും ഇത് പങ്കെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്രധാനമായിട്ട് നടത്തുന്ന ഒരു എക്സ്പോ നടത്തുന്നുണ്ട്, സ്റ്റാർട്ടപ്പ് എക്സ്പോ. അതിൽ കുട്ടികൾ വിഭാവനം ചെയ്ത സ്റ്റാർട്ടപ്സ്, അതേപോലെ തന്നെ പുതുതായിട്ട് നൂതനമായിട്ട് കണ്ടുപിടിച്ച പല സ്റ്റാർട്ടപ്സും അവിടെ പ്രദർശിപ്പിക്കും. ഏകദേശം 17ഓളം സ്റ്റോളുകളുണ്ടാവും. പിന്നെ നമ്മുടെ കണ്ണൂരിലുള്ള പ്രധാനപ്പെട്ട കോളേജുകളിൽ ഡെവലപ്പ് ചെയ്ത പ്രോഡക്ട്സും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ചുള്ളത്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഞാനിപ്പോൾ 23 ഇയേഴ്സായി. ഈ വർഷങ്ങളിൽ ഓരോ വൈസ് ചാൻസലർമാരും ഓരോ വീക്ഷണങ്ങളും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇപ്പോഴത്തെ വൈസ് ചാൻസലറുടെ വീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഒരു ഇന്നൊവേഷൻ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റണം എന്നാണ് അദ്ദേഹത്തിൻ്റെ
ആഗ്രഹം. അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ ഫൗണ്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നൊവേഷൻ കൗൺസിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവ സംയുക്തമായി നടത്തുന്ന ഇന്നൊവേഷൻ കോൺക്ലേവിൽ വിവിധ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ പങ്കെടുക്കും. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്, കെൽട്രോൺ നിഫ്റ്റ്, മലബാർ ക്യാൻസർ സെന്റർ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, മലബാർ ഏഞ്ചൽസ്, മൈസോൺ എന്നീ പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുക്കും. 24 വൈകുന്നേരം 10 മണിക്ക് കണ്ണൂർ സർവകലാശാല BC പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. അജിത് ബാലകൃഷ്ണൻ മുഖ്യ അതിഥിയാകും. ഡോക്ടർ P സിബില, ഡോക്ടർ U ഫൈസൽ, ഡോക്ടർ റോണി KM റോയ്, ഡോക്ടർ മുനീർ, മറിയം, മമ്മിക്കുട്ടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നൂതന പദ്ധതികളിലൂടെ ഗുണപരമായ വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള ആരോഗ്യപരമായ മത്സരം സ്കൂളുകളിൽ നടക്കുന്നു എന്നത് ഏറെ അഭിമാനകരമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ജില്ലാതല മികവുത്സവം ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രത്നകുമാരി. ശ്രീകണ്ഠപുരം ഗവൺമെന്റ് HSലെ അധ്യാപകരും വിദ്യാർത്ഥികളും മുന്നോട്ട് വെച്ച ആശയം മികവുത്സവത്തിലെ നവീന അനുഭവമായി മാറി. അവരുടെ കുട്ടികൾ പറഞ്ഞു പോയിട്ട് ആശങ്ക അവർക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് അങ്ങനെ ഒരു പുതിയ രീതി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം മേഖലകളിലെല്ലാം നല്ല കഴിവുള്ളവരായി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും. അപ്പം അവിടെയെല്ലാം നല്ല കുട്ടികളാണെന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റൊരു സ്കൂളില് വാർഷികത്തിന് യാത്രയ്ക്ക് പോയപ്പോ തലശ്ശേരിയില്ല എനിക്കറിയാം സ്കൂളിന്റെ പേരൊന്നും ഞാൻ പറയുന്നത്. അവിടെ മുമ്പ് അടിച്ചുകൂട്ടാൻ തീരുമാനിച്ച ഒരു വിദ്യാലയമാണ്. പക്ഷെ ഇന്ന് അവിടെ കുട്ടികൾ കൂടി ഇപ്പൊ കുട്ടികളെ അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ആ നിലയിലേക്കുള്ള മാറ്റമാണ് അവർക്ക് വിദ്യാലയങ്ങളിൽ. സ്മാർട്ട് ഫോണുകളുടെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗം വ്യാപകമായപ്പോൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം കൂടി വരുന്നുവെന്ന ആശങ്കയിലാണ് പല രക്ഷിതാക്കളും. ഇതിനെ ശാസ്ത്രീയവും അക്കാദമികവുമായ സാധ്യതകൾ ഉപയോഗിച്ച് മറികടക്കുകയാണ് ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് HSSലെ അധ്യാപകരും വിദ്യാർത്ഥികളും മുന്നോട്ടുവച്ച ആശയം. ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതീയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനതന്ത്രങ്ങൾ കുട്ടികൾ ത്രിമാന രൂപങ്ങളായി അവതരിപ്പിച്ചപ്പോൾ ജില്ലാതല മികവുത്സവം നവീന അനുഭവമായി. അതികഠിനമായ ഗണിതശാസ്ത്ര പ്രശ്നങ്ങളെ അനായാസമായി കാണാനും സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിന്നും വഴിമാറി ഗണിത പ്രശ്നങ്ങളെ ആവേശത്തോടെ സമീപിക്കാനും ഉതകുന്ന രീതിയിൽ ശാസ്ത്രീയമായാണ് അവതരണം നടത്തിയത്. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും ഗുണമേന്മയോടെ പുറത്തിറങ്ങണമെന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ പദ്ധതിയുടെ മാതൃകയിൽ സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായാണ് മികവുത്സവം നടന്നത്. കണ്ണൂർ ജില്ലാതല പരിപാടി ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരിയാണ് ഉദ്ഘാടനം ചെയ്തത്. നൂതന പദ്ധതികളിലൂടെ ഗുണപരമായ വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള ആരോഗ്യപരമായ മത്സരം സ്കൂളിൽ നടക്കുന്നു എന്നത് ഏറെ അഭിമാനകരമാണെന്ന് അഡ്വക്കേറ്റ് KK രത്നകുമാരി പറഞ്ഞു. മുൻപ് അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്ന സ്കൂളുകൾ ഇന്ന് മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയത് പൊതുവിദ്യാലയങ്ങളിലെ അക്കാദമിക മികവിന്റെ തെളിവാണ്. ഓരോ കുട്ടിയെയും സമഗ്രമായി പഠിക്കുമ്പോഴാണ് അവരുടെ കഴിവ് മനസ്സിലാവുക. അതിനായുള്ള പദ്ധതിയാണ് മികവുത്സവമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഡയറ്റ് പ്രിൻസിപ്പൽ VV പ്രേമരാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ EK സുരേഷൻ, DDE ഇൻചാർജ് AS ബിജേഷ്, SSK DPCE C വിനോദ്, ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ TM ശ്രീഷ്ണി, HSS കണ്ണൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജേഷ് കുമാർ, VHSC കണ്ണൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ER ഉദയകുമാരി, വിദ്യാഗ്രഹണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ K സുരേന്ദ്രൻ, PTA പ്രസിഡന്റ് N പ്രമോദ്, പ്രധാന അധ്യാപിക നൈന പുതിയ വളപ്പിൽ, സ്റ്റാഫ് സെക്രട്ടറി V അനീഷ്, കണ്ണൂർ DEO KP നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് മയിലാടത്തടം പുത്തരിക്കൽ തറവാട് ദേവസ്ഥാനം കളിയാട്ടം സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ടത്തിൽ ധർമ്മദൈവം, ഗുളികൻ, പുത്തരിക്കൽ ഭഗവതി തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ഫ്രെനിക് നെർവ് പേസിംഗിൽ ചരിത്ര നേട്ടവുമായി കണ്ണൂർ ആസ്റ്റമിൻസ്.
അപകടത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് വെന്റിലേറ്ററിലായിരുന്ന ചെറുവത്തൂർ സ്വദേശിക്കാണ് കേരളത്തിൽ ആദ്യമായി ഈ നൂതന ചികിത്സ നൽകിയത്. ഫ്രെനിക് നെർവ് പേസിംഗിലൂടെ ശ്വസനശേഷി തിരികെ ലഭിച്ച രോഗിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് ഡോക്ടർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശസ്ത്രക്രിയക്ക് ന്യൂറോ ഹെഡ് ഡോക്ടർ രമേഷ് CV, ഡോക്ടർമാരായ ഷമീജ് മുഹമ്മദ്, ഷാഹിദ്, വന്ദന, ലാവണ്യ, സജിത് ബാബു എന്നിവരാണ് നേതൃത്വം നൽകിയത്. അപകടത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് 4 മാസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ശ്വസനം സാധ്യമായിരുന്ന വ്യക്തിക്ക് നൂതന ചികിത്സാ രീതിയായ ഫ്രെനിക് നെർവ് പേസിംഗിലൂടെ ശ്വസനശേഷി തിരിച്ചു നൽകുകയും വെന്റിലേറ്ററിൽ നിന്നും മുക്തനാവാൻ സാധിക്കുകയും ചെയ്തു. കേരളത്തിൽ ആദ്യമായാണ് ഫെനിക് നെർവ് പേസിംഗ് നടത്തുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 45 വയസ്സുകാരനായ ചെറുവത്തൂർ സ്വദേശി അപകടത്തെ തുടർന്ന് തലച്ചോറിൽ നിന്നും ഡയഫ്രത്തിലേക്ക് സന്ദേശം കൈമാറുന്ന സംവിധാനത്തിന് തകരാർ സംഭവിക്കുകയും തന്മൂലം ശ്വാസമെടുക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നത് നട്ടെല്ലിന് പരിക്കേൽക്കുന്ന സാഹചര്യങ്ങളിൽ പതിവാണ്. ഇത്തരം ഘട്ടങ്ങളിൽ തൊണ്ടയിലൂടെ കുഴൽ ഘടിപ്പിക്കുകയും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വാസം നിലനിർത്തുകയുമാണ് ചെയ്യാറുള്ളത്. ഈ അവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം നൽകുവാൻ ഫ്രെനിക് നെർവ് പേസിംഗിലൂടെ സാധിക്കും. ശ്വസനം നിയന്ത്രിക്കുന്ന ഫ്രെനിക് നെർവിനായിരുന്നു ഈ രോഗിക്കും തകരാർ പറ്റിയത്. പ്രത്യേകം തയ്യാറാക്കിയ ഇംപൾസ് ജനറേറ്റർ തകരാർ സംഭവിച്ച ഭാഗത്ത് ശസ്ത്രക്രിയയിലൂടെ സന്നിവേശിപ്പിക്കുകയും ഈ ഇംപൾസ് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് നിശ്ചിതമായ രീതിയിൽ നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇതിലൂടെ ഞരമ്പിന്റെ പ്രവർത്തനക്ഷമത വീണ്ടും കിട്ടുകയും ശ്വസനശേഷി പുനഃസ്ഥാപിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ശ്വസനശേഷി തിരിച്ചു കിട്ടിയ രോഗിയെ ഓപ്പറേഷനു ശേഷം വെന്റിലേറ്ററിൽ നിന്നും പൂർണ്ണമായും മാറ്റി നിർത്തുവാൻ സാധിച്ചു. 4 മാസമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കാണ് ഇതോടെ അറുതിയായിരിക്കുന്നത്. പലപ്പോഴും ചില പേഷ്യന് ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് വെന്റിലേറ്ററിൽ നിന്ന് വിടിയിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കേസിൽ നമുക്കത് പറ്റിയിരുന്നില്ല. കാരണം സ്പൈനൽ കോർഡ് ഇഞ്ചറി വളരെ മുകളിലായിരുന്നു, വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നേക്കാവുന്നൊരു കേസായിരുന്നു. താരതമ്യേന പ്രായം കുറഞ്ഞ പേഷ്യൻ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഗുണനിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും പേഷ്യൻ്റ് ഒന്ന് സംസാരിക്കണമെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഈവൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകണമെങ്കിൽ കൂടി നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയേ പറ്റും, അല്ലെങ്കിൽ വിടിച്ചേ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഈ ഒരു നൂതന ചികിത്സാ രീതിയാണ് നമ്മൾ ശ്രമിച്ചത്. ഇവിടെ നമ്മൾ ചെയ്തത് ഫ്രെനിക് നെർവ് പേസിംഗ് എന്നൊരു ചികിത്സാ രീതിയാണ്. അതായത് നമ്മളൊരു തലച്ചോറിൻ്റെ ഇമ്പൾസ് മാതിരി തന്നെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇമ്പൾസ്, ഒരു പ്രത്യേക ഒരു മെഷീനാണ് അത്, പൾസ് ജനറേറ്റർ എന്ന് പറയും. അത് നമ്മൾ ഈ ഫ്രെനിക് നെർവിലേക്ക് ഘടിപ്പിക്കും. അതുവഴി ഇമ്പൾസ്, കൃത്യമായിട്ടുണ്ടായ ഇമ്പൾസ് ഓരോ ശ്വാസം വലിക്കുന്ന മാതിരി തന്നെ ഡയഫ്രത്തിലേക്ക് കൊടുക്കുകയും അതുവഴി ഡയഫ്രത്തിൻ്റെ പ്രവർത്തനം വീണ്ടും കിട്ടുകയും പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് ശ്വാസം വലിക്കാനും പറ്റി. ഓപ്പറേഷൻ അന്ന് തന്നെ നമുക്ക് ഈ പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ വിടിയിക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ ആശ്വാസം, പേഷ്യൻ്റ് ഇപ്പോൾ സ്വന്തമായിട്ട് ശ്വാസം വലിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ ഡോക്ടർ രമേഷ് CV നേതൃത്വം നൽകി. അദ്ദേഹത്തോടൊപ്പം ഡോക്ടർ ഷമീജ് മുഹമ്മദ്, ഡോക്ടർ ഷാഹിദ്, അനസ്തേഷ്യോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ വന്ദന, ഡോക്ടർ ലാവണ്യ, ഹെഡ് ആൻഡ് നെക്ക് സർജൻ ഡോക്ടർ സജിത് ബാബു എന്നിവരും ഉണ്ടായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാരായ രമേഷ് CV, ഷമീജ് മുഹമ്മദ്, ഷാഹിദ്, സുപ്രിയ രഞ്ജിത്ത് എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. സ്വകാര്യ ഭൂമിയിൽ മാലിന്യ നിക്ഷേപം, ഉടമ ഉൾപ്പെടെ 3 പേർക്ക് പിഴ ചുമത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പിണറായി എരുവട്ടി കപ്പണക്കാട് കള്ളുഷാപ്പിന് പിറകുവശത്തുള്ള പ്ലോട്ടിലാണ് വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നതായി കണ്ടെത്തിയത്. മാലിന്യ നിക്ഷേപം പരിശോധിച്ചതിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥലം ഉടമ ഷാജി, മാലിന്യം തള്ളിയ ലിജിൻ, ഷിജു N എന്നിവർക്കാണ് പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് 5000 രൂപ വീതം പിഴ ചുമത്തിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിണറായി പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ ഭൂമിയിൽ മാലിന്യ നിക്ഷേപം നടത്തിയതിന് ഉടമ ഉൾപ്പെടെ 3 പേർക്ക് 5000 രൂപ വീതം പിഴ ചുമത്തിയത്. പിണറായി എരുവട്ടി കപ്പണക്കാട് കള്ളുഷാപ്പിന് പിറകുവശത്തുള്ള പ്ലോട്ടിലാണ് വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, തെർമോകോൾ കുപ്പിച്ചില്ലുകൾ, കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ തുടങ്ങി വിവിധ തരത്തിലുള്ള മാലിന്യങ്ങളാണ് കുറച്ചുകാലങ്ങളായി ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിക്ഷേപിച്ചു വരുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധനയ്ക്കെത്തിയത്. മാലിന്യ നിക്ഷേപം പരിശോധിച്ചതിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മാലിന്യം തള്ളിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. സ്ഥലമുടമ ഷാജി, മാലിന്യം തള്ളിയ ലിജിൻ, ഷിജു N എന്നിവർക്കാണ് പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് 5000 രൂപ വീതം പിഴ ചുമത്തിയത്. മാലിന്യം സ്വന്തം ചെലവിൽ വീണ്ടെടുത്ത് സംസ്കരിക്കാനും ബന്ധപ്പെട്ടവർക്ക് ജില്ലാ സ്ക്വാഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥലമായാലും തരംതിരിക്കാതെ മാലിന്യം തള്ളാനായി വിട്ടുകൊടുക്കുന്നത് പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം പിഴ ചുമത്തുന്നതിനു പുറമെ മറ്റു നിയമ നടപടികളും സ്വീകരിക്കാവുന്ന കുറ്റമാണെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ലെജി M, ഷെരീഖുൽ അൻസാർ, പിണറായി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വരരാഗ് PP, ക്ലർക്ക് ഷാജൻ T എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനി സ്വർണ്ണ വെള്ളി നിരക്കുകൾ.
സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 825, പവന് 64,200 രൂപ, വെള്ളി 109 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ചേലൂർ പയ്യാമ്പലം അഴിമതി ആരോപണത്തിൽ BJPയുടെ കണ്ണൂർ കോർപ്പറേഷൻ മാർച്ച്. ആരോപണം ശരിവെക്കുന്നതാണ് വിജിലൻസ് അന്വേഷണമെന്ന് KK വിനോദ് കുമാർ. ഭരണ നേതൃത്വത്തിന്റെ അനധികൃത സമ്പാദനത്തെക്കുറിച്ചും അന്വേഷിക്കണം എന്നും വിനോദ് കുമാർ. ആശാവർക്കർമാരുടെ സമരം പ്രതികരണവുമായി തോമസ് ഐസക്. സമരം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ. കാലങ്ങളായി കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ലെന്നും തോമസ് ഐസക്. ദക്ഷിണേന്ത്യൻ കൺവെൻഷൻ രാഷ്ട്രീയ പ്രേരിതമെന്ന് PK കൃഷ്ണദാസ്. ഇത് കേന്ദ്ര സർക്കാരിന് എതിരായുള്ള പ്രചാരണം. മണോലിക്കാവിൽ CPIM പ്രവർത്തകർ പ്രതിയെ മോചിപ്പിച്ച സംഭവം കേരളത്തിൽ പോലീസിന് പോലും രക്ഷയില്ലെന്നും PK കൃഷ്ണദാസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.